ഹായ് വിജയ് മാധവൻ ദേവിക എഗെയിൻ അവർ കമൻറ്റ് റിയാക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇരവാദം തന്നെയാണ്. പക്ഷേ ആ പുള്ളിയുടെ ഇൻറ്റൻഷൻ വളരെ കുഴപ്പമാണ് കേട്ടോ. അതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് പേര് അവരെ എടുത്തു വെച്ചങ്ങ് കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്നിട്ടും പോരാതെ ആ പെണ്ണിനെയും കൊണ്ടുവന്ന് അവളുടെ കണ്ണീരും കൂടെ വിറ്റ് കാശാക്കുന്ന ഒരു മ്ലേച്ഛൻ എന്നതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പെൺകുച്ചി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അവരെ അനുകൂലിക്കുന്നു എന്നുള്ളത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവരുടെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. അവർക്ക് അവരുടെ തോന്നലുകൾ അവർ പറഞ്ഞോട്ടെ. ലൈഫിൽ അന്ധവിശ്വാസിയാണ് മൂപ്പരെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജാതകം നമ്മൾ ചേർക്കാനേ പാടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഇത്രയും സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ ലൗകിക ജീവിതം ഈ ഒന്നും സമാധി ഞാനൊരു അമ്മയാണ്. പക്ഷെ ഇനി പേര് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര അസുഖങ്ങളും. ഞാൻ വാടി കൂടി എന്ന് പറഞ്ഞാൽ വിളിക്കണം. കാണുന്നത് നമ്മളുടെ ലൈഫില് ഒന്നെങ്കിൽ 15 മിനിറ്റ്. എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം? ഞാൻ സഹിച്ചു നിൽക്കുന്ന ഒരാളായി. അതൊന്നും ഒരു വിഷയമേ അല്ല. അന്നേരം ഞാൻ വാശി പിടിക്കത്തില്ല ഒരിക്കലും. അത് പറ്റത്തില്ല. ഇതിന്റെ പൂർണ്ണരൂപം അവരുടെ ചാനലിലുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ദേവിക പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അവൾക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തടത്ത് നമ്മൾ അവളുടെ ജീവിതം പ്രശ്നമാണ് എന്ന് പറയുന്നതിനോട് എനിക്കും ഒരു യോജിപ്പില്ല തന്നെയാണ്. പിന്നെ ഞാൻ തമ്മനയിൽ കൊടുത്തിരുന്നത് അങ്ങനെയാണ്, അടിമയാണെന്ന്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം അത് അടിമയാണ്, അവരുടെ ചിന്താധാര അത് തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു വിശ്വാസിയല്ല, പിന്നെ അന്ധവിശ്വാസി അല്ല എന്നാണ് പറയുന്നത്, വിശ്വാസിയാണ്. ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. ഒരു അളവിൽ കൂടുതലായി നമുക്ക് ആവശ്യത്തിന് വേണം. അളവിൽ കൂടുതലാകുമ്പോൾ അതിന് അന്ധവിശ്വാസം എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. കുട്ടി വളർന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള അവസരമുണ്ട്. മാറാൻ അവൾ നിർബന്ധിക്കുകയാണെങ്കിൽ അയാൾ മാറ്റി കൊടുക്കും എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് അയാൾക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ മാത്രമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ഒരു പ്ലേ മാത്രമാണ്. അവൾ കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിൻ്റെ ഉത്തരവാദി അതിനകത്ത് കമൻ്റ് ഇട്ടവരാരും തന്നെയല്ല. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കണ്ടിരുന്നു, അതിൻ്റെ ചാനലിൽ ഫുള്ള് മീൻസ് കമൻറ്റ് സെക്ഷൻ ഫുള്ള് അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ലല്ലോ എന്നാണ്. അങ്ങനെയല്ല, ഏതോ ഒരു യൂട്യൂബർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സമാധിയാണ് എന്ന രീതിയിൽ എടുത്ത് കളിയാക്കിയിട്ടുണ്ട്. ഏത് യൂട്യൂബർ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ 1-2 പേരുടേത് എടുത്തു വെച്ച് കേട്ടിരുന്നു. അതിൽ ഒരാളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാമല്ലേ സമാധി എന്നൊക്കെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു പക്ഷേ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ലെവൽ വെച്ച് പറഞ്ഞതായിരിക്കും, അല്ലാതെ കുട്ടിക്ക് വേണ്ടി കുട്ടിയെ ഭയപ്പെടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല, കളിയാക്കിയതാണ്. പക്ഷെ അത് നന്നായി കൊണ്ടു എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ പലരും ദേവിക കള്ളം പറഞ്ഞു എന്ന് പറയുന്നു. അല്ല, പിന്നെ അവരുടെ കമൻറ്റിലും ഞാനത് കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കൊന്ന് ഫേസ്ബുക്കിലുള്ള അവരുടെ വീഡിയോയ്ക്കകത്താണ് ആ കമൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓർമ്മയില്ല. പക്ഷെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. സമാധിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കവരെ ഒന്നും പറയാനൊക്കത്തില്ല. നിങ്ങൾ വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ പോലും ക്രിറ്റിസിസം ചെയ്യപ്പെടുകയും അതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. അല്ലെങ്കിൽ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടരുത്. ഇയാളെ ഞാൻ ഇവരുടെ ഫസ്റ്റ് ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇയാൾ ഭയങ്കര സ്പീഡിൽ കുളിപ്പിക്കുന്ന, നിൽക്കുന്ന, നടക്കുന്ന ഒക്കെ എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. കാരണം അയാൾക്ക് അറിയാം ട്രെൻഡിനൊപ്പം എന്നുള്ള രീതിയാണ്. അത് അയാളെ കുറ്റം പറയേണ്ട കാര്യം, അതൊരു വരുമാന മാർഗ്ഗമാണ്. എന്നിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം, ഇതിനകത്തൊന്നും വലിയ ക്യാഷൊന്നും കിട്ടത്തില്ല, അതൊക്കെ പുളു അടിക്കല്ലേടെ, നമുക്കറിയാമല്ലോ ഇതിനകത്ത് എന്ത് കിട്ടും എന്നുള്ളത്. അപ്പോൾ വ്യൂ തന്നെയാണ് പുള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിനകത്ത് ഈ സത്യം പറഞ്ഞാൽ അത് പറയേണ്ടത് ഇങ്ങനെയാണ്, മകൻ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണമെന്ന്, മരുമോളുടെ കണ്ണീര് കാണണമെന്ന് പറയുന്ന ഒരു ടൈമാണ് പുള്ളി നടത്തിക്കൊണ്ടുവരുന്നത്. ദേവിക ഇതിനകത്ത് അയാൾ പറയുന്നതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ്. പൊതുസമൂഹത്തിൽ ഇറങ്ങി സഞ്ചരിക്കുമ്പോഴത്തേക്ക് ദേവികയ്ക്ക് മനസ്സിലാവും ഇതിപ്പം അയാളുടെ കുറ്റമല്ല, അവർക്ക് ഇഷ്ടമുള്ള പേരിടുക. നാളെ പോലെ അവർക്ക് ഭദ്രകാളിയെന്നോ അങ്ങനെ എന്ത് വേണമല്ലോ, ഭദ്രയെന്ന് പേരുണ്ടല്ലോ, കാളിയെന്നില്ല എന്നല്ലേ ഉള്ളൂ, കാളിയെന്ന് വേറെ പേരുമുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇടാം. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. പേരുകൾ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമില്ല. ആർക്കും എന്ത് പേരും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശിക്കാം. കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ മാറ്റാനുള്ള അധികാരമുണ്ട്. പിന്നെ ഗസറ്റിലേക്ക് പരസ്യം ചെയ്യുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിന് മുമ്പാണെങ്കിൽ അത് പുള്ളി പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. 10ാം ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റ്, അതാണ് ശരിക്കും ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പേരുകൾ മാറ്റാം. അപ്പോൾ സർട്ടിഫിക്കറ്റിലെല്ലാം തന്നെ നമ്മൾ ഏതൊക്കെ ഡിഗ്രി പഠിക്കുന്നോ, ഏതൊക്കെ കോഴ്സുകൾ പഠിക്കുന്നോ, പാസ്പോർട്ടിലും ഒക്കെ തന്നെ വരാൻ സാധ്യതയുള്ള
ഒരു പേരായിട്ട് അത് മാറുകയും ചെയ്യും ഗസറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ. അപ്പം ആകെ മൊത്തത്തിൽ പേരൊരു വിഷയമൊന്നുമല്ല. പക്ഷെ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി അതിനെ വൈറലാക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം എല്ലാവർക്കിടയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത്. അല്ലാതെ ഇയാൾക്ക് പെട്ടെന്ന് പരബ്രഹ്മോ ഓമോ ഒക്കെ തോന്നിയതല്ല. ഒരാളും ഇങ്ങനെ ഒരു പേര് കുട്ടികൾക്ക് ഇടില്ല എന്നുള്ളത് വാസ്തവം. അപ്പോൾ ഇത് ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾക്ക് പോലും ആളുകൾ എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളി അത് ആലോചിക്കണമായിരുന്നു. പക്ഷെ പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല. കാരണം എങ്ങനെ വൈറലാവാം എന്നുള്ളതിൽ പുള്ളി ഒരു റിസർച്ച് തന്നെ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പുള്ളി ആ രീതിയിൽ തന്നെ അതിനെ എടുത്തിട്ടുള്ളത്. പക്ഷേ അപമാനവും ആക്രമണവും നേരിടുന്നത് ദേവികയും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ദേവികയുടെ കണ്ണിൽ നിന്ന് വന്നത് യഥാർത്ഥ കണ്ണീര് തന്നെയാണ്. അത് ഇയാളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല. ഏകദേശം ഈ പ്രാന്തൻ്റെ കൂടെ ഒത്തുപോകാൻ അവൾ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവളുടെ വർത്തമാനം. അപ്പം അതിന് പലരും വന്നിട്ട് ഈ പ്രാന്തൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടൂ എന്നൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പ്രാന്തൻ എന്ന് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നോർമൽ അല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പം നോർമലൈസ് ആകാനുള്ള ഒരു ശ്രമം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇല്ല. പുള്ളിക്ക് അതിനകത്ത് പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ ദേവികയ്ക്ക് അത് ഓക്കെ ആയിരിക്കാം, ബാക്കി കാണുന്നവർക്ക് അത് ഓക്കെ ആവണം നിർബന്ധം പിടിക്കും. ഇപ്പം ദേവികയുടെ മാനറിസം, ദേവികയുടെ താല്പര്യങ്ങൾ ഒന്നും തന്നെ ദേവിക മാറ്റാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാനോ ദേവിക തയ്യാറല്ല. അപ്പോൾ കാണുന്നവർ മാറണമെന്നും കോംപ്രമൈസ് ചെയ്യണമെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് ദേവിക പറയുന്നത്? അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടുപേരും ചേർന്ന് കോമഡി പീസ് ആക്കിയത് കുഞ്ഞുങ്ങളെ തന്നെയാണ്. അപ്പോൾ അത് ചിലരൊക്കെ വളരെ മാന്യമായി പ്രതികരിക്കും, ചിലർ അമാന്യമായി പ്രതികരിക്കും. അത് ഓരോരുത്തരുടെ രീതിയാണ്. കളിയാക്കലുകൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യകൾ ചെയ്യുന്നത്. പലരും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മോശവും ഒക്കെ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ദേവിക അത് അനുഭവിക്കില്ല, വേറെ വഴിയില്ല. അയാൾ പേര് മാറ്റാനൊന്നും പോകുന്നില്ല, മാറ്റണമൊന്നുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അതിനൊരു ലിംഗം ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ അത് ഒരു ദേവിയുടെ മറ്റൊരു നാമകരണം തന്നെയാണ്. പിന്നെ പരമാത്മാവിനെ പറഞ്ഞാൽ ഉടനെ എല്ലാവർക്കും എന്തോ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശപിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങൾ അന്ധവിശ്വാസി എന്ന് പറയുന്നത്, അന്ധമായുള്ളൊരു വിശ്വാസം. അത് ഏതെന്താണ് ആ പേര് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് മകൾക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തത്. എന്തൊക്കെ വിഡിത്തങ്ങളാണ് ഇയാളിരുന്ന് പറയുന്നത്. ആൻഡ് ഇടയ്ക്ക് ദേവിക ഒന്ന് ചെയ്യുക, പുള്ളിയെ ഒരു തേർഡ് പേഴ്സണായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുമ്പോൾ ദേവികയ്ക്ക് ബാക്കിയുള്ളവർ പറയുന്നത് മനസ്സിലാകും. ഞാൻ 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 തന്നെ ഇപ്പോൾ എത്ര പറഞ്ഞെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നില്ലേ? ദേവികയുടെ ഹസ്ബൻഡ് ഒരു 1000 വട്ടം പറയുന്നുണ്ട്. ആ വീഡിയോയിൽ തന്നെ മിനിമം ഒരു 100 ടൈംസ് പുള്ളി ഞാനെന്ന് പറയുന്നുണ്ട്. മിനിമം കൗണ്ട് ചെയ്ത് നോക്കൂ. 100% 100 തവണയെങ്കിലും പുള്ളി അത് ഞാനെന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് അരോചകത്വം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു സ്വയം പൊക്കൽ അയാൾക്ക് ഉണ്ട്. താൻ അതിന് മൂലകാരണമാവുകയും ചെയ്യുന്നു. പാർട്ട്ണറിൽ ഒരാൾക്കൊരു മിസ്റ്റേക്കൊക്കെ വരാം, സ്വാഭാവികമാണ്. അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അയാൾ പറയുന്നത് അയാൾ ചെയ്യുന്നതെല്ലാം ശരികളാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വാദിക്കുന്നത് യോജിപ്പില്ല. ഇപ്പം നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചില ചേഞ്ചസ്, ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അതൊന്നേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ സൊസൈറ്റിയുമായി ഇടപഴകി ജീവിക്കാൻ തയ്യാറാകാതിരിക്കുക, അപ്പോൾ ഒരു പ്രോബ്ലമില്ല. ഹൂ കെയേഴ്സ്? ആരും നിങ്ങളെ നന്നാക്കുന്നില്ല, ആരും നിങ്ങൾക്ക് ചിലവിന് തരുന്നില്ല. യു ആർ ഏർണിങ് യുവർ മണി ആൻഡ് യു ആർ ദ ബ്രെഡ് വിന്നർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോകാം. ഇഫ് യു നീഡ് സൊസൈറ്റിയുമായിട്ടൊരു മിക്സപ്പ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇപ്പോൾ യൂട്യൂബിൽ മാത്രമെന്നല്ല നിങ്ങളുടെ ലൈഫിലും ആ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇല്ല ആ സമൂഹം അംഗീകരിക്കും, എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ആരും ഒന്നും കളിയാക്കത്തില്ല. ഇതൊക്കെ ഏത് ലോകത്തിരുന്നുകൊണ്ടാണ് ഇയാൾ പറയണേന്ന് അറിയാൻ വയ്യ. ഇവിടെ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര കുബേരനായ അംബാനിയുടെ അടുത്ത് മോൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അംബാനിയുടെ മോനിക്ക് വരെ കേൾക്കുന്നുണ്ട് അധിക്ഷേപങ്ങൾ. ഫിനാൻഷ്യൽ കണ്ടീഷനോ ഉയർന്ന ചിന്താധാരയോ ഒന്നുമല്ല. ഇത്തരം പേരുകൾ തീർച്ചയായിട്ടും ബുള്ളിങ്ങിന് വിധേയമാക്കപ്പെടാനുള്ള ഒരു വഴി തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് സോണിൽ പോവുക, സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളവർ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തത്തില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഈ പറയുന്ന ഞാൻ എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടെ നന്നായി പെരുമാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ദേവിക അയാളെ ഉപേക്ഷിക്കണമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജെന്യൂൻ അഭിപ്രായമാണ്. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സിൽ പോകണമെന്നല്ല. ഇത്തരം ഭ്രാന്ത് തുടക്കമാണ്, പിന്നീട് ഇത് വൈഡാവും, പിന്നെ ഇത് വേറെ പല രീതിയിലേക്കൊക്കെ പോകും. അത്തരം അന്ധവിശ്വാസങ്ങൾ വീട്ടിൽ തുടങ്ങിയാൽ തന്നെ അതിനെ വിലക്കാനുള്ള ബുദ്ധിയും ബോധവും ഉണ്ടായിരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ ചിരിപ്പിക്കും എന്നുള്ളതാണ്. പുള്ളി ഇരുന്നുകൊണ്ട് ജ്ഞാനോപദേശവും മറ്റും മറിച്ചതും ഒക്കെ ഇരുന്ന് പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാർ അതിനെപ്പറ്റി പറയുക തന്നെ ചെയ്യും. ഒരു ഈസി വേ പറഞ്ഞുതരാം, കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്താൽ മതി, നോ വൺ വിൽ കമൻറ്റ്. പക്ഷെ എന്ത് ചെയ്യും?
അപ്പോൾ യൂട്യൂബേഴ്സൊക്കെ എടുത്തു വെച്ച് പറയും, അവരുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിൽ ഓപ്പൺ. സോ നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ, അതാണ് പ്രശ്നം. എയ്തർ സ്റ്റോപ്പ് ഓൾ ദ ലൈവോ വീഡിയോസോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, ഓർ എൽസ് ഇതൊക്കെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ബെറ്റർ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കുമല്ലോ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് അതിൻ്റെ വഴി. നമ്മൾ വടി വെട്ടി കൊടുത്തു കഴിഞ്ഞു. ഇനി അടിക്കുന്നതും അടി കൊള്ളുന്നതും ഒക്കെയാണ് അടുത്ത രംഗങ്ങൾ, അല്ലാതെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതങ്ങോട്ട് കാര്യമായി സന്തോഷപൂർവ്വം വാങ്ങിച്ച് കെട്ടുക എന്നതിനപ്പുറം നത്തിങ് ഡൂയിങ്. വളരെ സങ്കടമുണ്ട്. ദേവിക ഇരുന്ന് കരയണുണ്ടപ്പോൾ സങ്കടം തോന്നി. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കണ്ടതാണ്. അപ്പോൾ ദേവിക എല്ലാവരും അതിനകത്ത് പറയുന്നുണ്ട്, ഇല്ല ദേവിക കള്ളം പറയുന്നു, ദേവിക ഇരവാദം പറയുന്നു. ഇരവാദം തന്നെയാണ് ദേവിക പറയുന്നത്, പക്ഷെ പറയുന്ന കളവല്ല. ഞാൻ 2-3 ഇടത്ത് ഈ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എനിക്കൊന്ന് ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു കമൻറ്റ്. പിന്നെ ഏതോ ഒരു യൂട്യൂബറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കേട്ടു, സമാധി എന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ കുട്ടി മരണപ്പെടണോ അല്ലെങ്കിൽ കുട്ടി നശിച്ചു പോകണോ എന്നുള്ളതല്ല പറഞ്ഞത്, ഈ ഒരു അന്ധവിശ്വാസത്തിനെ റിലേറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞതാണ്. പക്ഷെ കുറച്ച് അറം പറ്റുന്ന വർത്തമാനമാണ് അത്. അമ്മയ്ക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. അമ്മയായിരുന്നു ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. പറയണതൊക്കെ ന്യായം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിലേക്ക് താങ്കളെ കൊണ്ടെത്തിച്ചത് താങ്കൾ വിളിക്കുന്ന താങ്കളുടെ സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഫ്രീഡം തരുന്നുണ്ട്, സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ മതിയാകും എന്നുള്ളതാണ്. പാർട്ട്ണർ നല്ല പാർട്ട്ണർ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഹീസ് ദ ബെസ്റ്റ്, താങ്കൾക്ക് ബെസ്റ്റ്. പക്ഷെ കാണുന്നവർക്ക് അത് എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരത് അങ്ങനെ ഒരു അഡ്വൈസ് പറയുന്നത്. മാക്സിമം ആൾക്കാരും തന്നോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. താൻ അതിനെ അയാളെ ഉപേക്ഷിച്ചിട്ട് ഓടണമെന്നല്ല പറഞ്ഞത്. കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം വൾഗറിസമൊക്കെ കാണിച്ചാൽ ആളുകൾ പറയും, കളിയാക്കും, അങ്ങനെ ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, താര കല്യാണിൻ്റെ മോളുടെ വിവാഹം, അതിനുശേഷം മോള് ഡാൻസ് കളിച്ചു, എന്തൊക്കെ കമൻസാണ് വന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ ഹാഷായിട്ടാണ് പേളി കളിച്ചത്, പക്ഷെ അത്രയും കമൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡിപ്പെൻസ്, അതാണ് സത്യം. അതേപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും കയ്യിലെടുത്ത് വെച്ചിട്ടൊരു കൂത്ത് കാണിച്ചു ആ ചെറുക്കൻ. അതും എത്രത്തോളം കേൾക്കേണ്ടി വന്നു എന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ ആളുകൾ ഇത് കണ്ടാൽ പറയും. പണ്ടത്തെ കാലഘട്ടമല്ല. അപ്പോൾ നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. നടക്കാക്കില്ല, നിൽക്കാക്കില്ല, ഇന്ന ഡ്രസ്സ് ഇടാക്കില്ല ഒക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ അത് നാട്ടിൻപുറത്തു നിന്നൊക്കെ ആളുകൾ ഇപ്പോൾ കയറി യൂട്യൂബിലിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലായാൽ മതി. സോഷ്യൽ മീഡിയ ഒരു പ്രോബ്ലമാറ്റിക്കായ ഒരു ലോകമാണ്. ഇവിടെ അത്യാവശ്യം കറേജൊക്കെ വേണം, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായിട്ട് മുൻപോട്ട് വരാതിരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്നോട് യുദ്ധത്തിനൊന്നും വരണ്ട, ഞാൻ തയ്യാറല്ല.